Hello everyone, welcome to my home, my heaven. നമ്മൾ വീട്ടമ്മമാരെല്ലാം ഒരുപാട് കാണാൻ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ കാണിക്കുന്നത്. ഞാൻ കുറച്ച് നാളായിട്ട് ഉപയോഗിച്ച് വരുന്ന കുറച്ച് കിച്ചൺ പ്രോഡക്റ്റ്സ് ആണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഈ പ്രോഡക്റ്റ്സ് എല്ലാം തന്നെ ഞാൻ വാങ്ങിച്ചിരിക്കുന്നത് ഐക്യ എന്ന ഷോപ്പിൽ നിന്നാണ്. മിക്കവർക്കും അറിയുന്നുണ്ടാവും, അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടി പറയുകയാണ്. ഐക്യ എന്ന് പറയുന്നത് നമ്മുടെ ഹോം റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ സാധനങ്ങളും ലഭിക്കുന്ന ഒരു വേൾഡ് ഫേമസ് ഷോപ്പാണ്. നമ്മുടെ കേരളത്തിൽ ഈ ഷോപ്പ് ഇല്ല, പുറത്തൊക്കെ ഉള്ളവർക്ക് അറിയുന്നുണ്ടായിരിക്കും. ഐക്യയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഏറ്റവും ലോ പ്രൈസ് മുതൽ ഹൈ പ്രൈസ് വരെയുള്ള സാധനങ്ങളും അവിടെ ലഭിക്കും എന്നുള്ളതാണ്. പിന്നെ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് ഏത് ലോ പ്രൈസിലുള്ള പ്രോഡക്റ്റ് ആണ് എങ്കിലും അതിന് അതിൻ്റേതായ ക്വാളിറ്റി ഉണ്ട് എന്നുള്ളത് ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ് കേട്ടോ. അപ്പോൾ ഈ പ്രോഡക്റ്റ്സൊക്കെ കാണുമ്പോൾ അയ്യോ ഞങ്ങളിത് കണ്ടിട്ട് കാര്യമുണ്ടോ എന്ന് ആരും വിചാരിക്കേണ്ട. നമ്മുടെ നാട്ടിലുള്ള ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഈ പ്രോഡക്റ്റ്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായും നാട്ടിലെ ആമസോൺ ത്രൂ നിങ്ങൾക്ക് ഈ പ്രോഡക്റ്റ്സ് പർച്ചേസ് ചെയ്യാൻ സാധിക്കും കേട്ടോ. എല്ലാ പ്രോഡക്റ്റ്സൊന്നും ആമസോണിൽ അവൈലബിൾ അല്ല എന്നുണ്ടെങ്കിലും ലോവർ പ്രൈസിലുള്ള മിക്ക പ്രോഡക്ട്സുകളും ആമസോണിൽ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ വാങ്ങിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ കാണിക്കുന്ന ആദ്യത്തെ പ്രോഡക്ട്സ് എന്ന് പറയുന്നത് ഈ കണ്ടെയ്നറുകളാണ്. ഇത് ടിന്നാണ്. ഇത് 3 കൂടിയിട്ടുള്ള ഒരു സെറ്റായിട്ടാണ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. ഞാനിത് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് കോഫി പൗഡർ, ടീ പൗഡർ, ഗ്രീൻ ടീ ബാഗ്സ് അതൊക്കെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഒരുപാട് നാളായിട്ട് ഉപയോഗിച്ചിട്ട് വരുന്നൊരു സാധനമാണ്. കാണാനും നല്ല ഭംഗിയാണ്. ഇവിടെ എൻ്റെ വീട്ടിൽ വരുന്ന മിക്കവരും ഇത് കാണുമ്പോൾ എന്നോട് ചോദിക്കാറുണ്ട് ഇത് എവിടെ നിന്നാണ് വാങ്ങിച്ചിട്ടുള്ളത് എന്ന്. കാണാൻ നല്ല ഭംഗിയുണ്ട്, ഉപയോഗിക്കാനും നല്ലൊരു പ്രോഡക്റ്റാണ് കേട്ടോ. ഇതൊരു 4 ലെയർ ഷെൽഫാണ്. ഞാനിത് ഉപയോഗിക്കുന്നത് കിച്ചണിലാണ്. ഇത് നമുക്ക് എവിടെ വേണമെങ്കിലും ഉപയോഗിക്കാം. മേക്കപ്പ് ടേബിളിനടുത്ത മേക്കപ്പ് സാധനങ്ങളൊക്കെ ഓർഗനൈസ് ചെയ്ത് വെക്കാൻ ഉപയോഗിക്കാം. നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഉപയോഗിക്കാം. ഞാനിത് ഉപയോഗിക്കുന്നത് കിച്ചണിലാണ്. ഓണിയൻ, അതുമാതിരി ഫ്രൂട്ട്സ്, അങ്ങനത്തെ സാധനങ്ങളെല്ലാം വെക്കാൻ വേണ്ടിയിട്ട് കിച്ചണിൽ. കാരണം നമ്മുടെ കിച്ചൺ സ്പേസ് എന്ന് പറയുന്നത് വളരെ ലിമിറ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലൊരു ഷെൽഫ് കിച്ചണിൽ നല്ല ഹെൽപ്ഫുള്ളാണ്. ഇതൊരു റാക്കാണ്. ഇതും ഞാൻ കിച്ചണിൽ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഞാനിത് ഉപയോഗിക്കുന്നത് സ്പൈസ് റാക്കായിട്ടാണ് യൂസ് ചെയ്യുന്നത്. അതായത് ചെറിയ ബോട്ടിൽസൊക്കെ വെക്കുമ്പോൾ നമുക്ക് സ്റ്റാക്ക് ചെയ്ത് വെക്കുമ്പോൾ ബുദ്ധിമുട്ടാണല്ലോ. അതുകൊണ്ട് ഇങ്ങനൊരു റാക്ക് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈസിയായിട്ട് കുറച്ചധികം സാധനങ്ങൾ നമുക്ക് ഒരേ ഷെൽഫിൽ തന്നെ വയ്ക്കാൻ സാധിക്കും. അത്യാവശ്യം എത്ര വെയിറ്റുള്ള കുപ്പികളും ഇതിലിരിക്കും. അത്യാവശ്യം വെയിറ്റുള്ള സാധനമാണ്. അതുകൊണ്ട് തന്നെ വലിയ കുപ്പികളാണെങ്കിലും വെക്കുന്നതിന് ബുദ്ധിമുട്ടുകളൊന്നുമില്ല. വളരെ ഹെൽപ്ഫുള്ളായിട്ടുള്ളൊരു സാധനമാണ് കേട്ടോ അത്. ഇതൊരു ലഞ്ച് ബോക്സ് ആണ്. കാണാൻ നല്ല ക്യൂട്ടാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയലുമാണ്. അതുപോലെ ഇത് ഒരു പ്ലാസ്റ്റിക് കണ്ടെയ്നർ എന്ന് പറയാം. ഇത് മെയിനായിട്ട് വാങ്ങിയിരിക്കുന്നത് സ്കൂൾ പർപ്പസിന് തന്നെയാണ് വാങ്ങിയിരിക്കുന്നത്. ഇതിൻ്റെ ഒപ്പം ഇത് നമ്മളിങ്ങനെ സെപ്പറേറ്റ് വാങ്ങിക്കുന്നതാണ് കേട്ടോ. ഇതിനോടൊപ്പം തന്നെ ഇതിപ്പോൾ ഞാൻ ഈ കാണിക്കുന്ന ഈ സാധനങ്ങൾ നമ്മൾ സെപ്പറേറ്റ് വാങ്ങിക്കാൻ കിട്ടും. ഇത് ഇങ്ങനെ പാർട്ടീഷൻ മാതിരി ഈ സെയിം ബോക്സിൽ നമുക്ക് പാർട്ടീഷനായിട്ട് ഉപയോഗിക്കാം. കുട്ടികൾക്ക് സ്കൂളിലേക്കൊക്കെ കൊടുത്തുവിടാൻ നല്ല ഹെൽപ്ഫുള്ളായിട്ടുള്ളൊരു സാധനമാണ് ഇത്. ഇതിൻ്റെ തന്നെ ഈ സാധനങ്ങൾ ഫിക്സ് ആവുന്ന ഗ്ലാസ്
കണ്ടെയ്നറും ഉണ്ട്. പക്ഷേ ഗ്ലാസ് കണ്ടെയ്നർ ആകുമ്പോൾ നമുക്ക് കുട്ടികൾക്ക് സ്കൂളിലേക്ക് കൊടുത്തു വിടാൻ അത്ര സേഫ് അല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഈ പ്ലാസ്റ്റിക് ടൈപ്പ് വാങ്ങിച്ചിരിക്കുന്നത്. നല്ല ഹെൽപ്ഫുള്ളായിട്ടുള്ള ഒരു സാധനമാണ്. നമുക്ക് എത്ര ഐറ്റംസ് വേണമെങ്കിലും ചെറിയ ക്വാണ്ടിറ്റിയിലുള്ളത് ഈസി ആയിട്ട് കൊടുത്തു വിടാൻ പറ്റും. അതുപോലെ ഇത് ചെറിയ കുട്ടികൾക്കൊക്കെ ഉള്ളൊരു പ്ലേറ്റാണ്. അതായത് കുറച്ച് കളർഫുള്ളായിട്ട് പല കളേഴ്സിലുണ്ട്. കുട്ടികൾക്ക് മാത്രമല്ല, നമുക്കിങ്ങനെ ഒരു സ്നാക്സും കാര്യമൊക്കെ നല്ല ഡെക്കറേറ്റീവായിട്ട് പ്രസൻറ്റ് ചെയ്യാനും ഇത് നല്ല ഉപകരിക്കുന്നൊരു സാധനമാണ്. അതുപോലെ ഇത് സ്പൂൺ റെസ്റ്റർ, നമ്മൾ കിച്ചണിൽ കുക്ക് ചെയ്യുന്ന സമയത്തൊക്കെ സ്പൂണൊക്കെ വെക്കാൻ ഈസി ആയിട്ട് ഉപയോഗിക്കാം. അതുപോലെ തന്നെ നമ്മൾ ഡൈനിങ് ടേബിൾ സെർവ് ചെയ്യുന്ന സമയത്തും ഇതുപോലത്തെ സ്പൂണൊക്കെ വയ്ക്കാൻ നല്ല ഹെൽപ്ഫുള്ളായിട്ടുള്ളൊരു സാധനമാണ്. പിന്നെ ഇതും ഐക്കയുടെ പ്രോഡക്റ്റ് തന്നെയാണ്. മൈക്രോ ഫൈബർ ക്ലോത്ത്സ്, നമുക്ക് ക്ലീനിങ്ങിനും വൈപ്പ് ചെയ്യാനൊക്കെ യൂസ് ചെയ്യാം. ഇത് മറ്റൊരു സ്റ്റോറേജ് ബോക്സാണ്. ആക്ച്വലി ഇത് അവർ പറയുന്നത് നമ്മൾ സ്റ്റേഷനറി ഐറ്റംസ്, പെൻസിൽ, പെൻ അങ്ങനത്തെ ഒക്കെ സൂക്ഷിക്കാനാണ്. പക്ഷെ ഞാനിത് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ കിച്ചണിൽ തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇതുപോലെ ദാൽ ഐറ്റംസൊക്കെ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കാരണം എൻ്റെ കിച്ചണിൽ റാക്ക് എന്ന് പറയുന്നത് വളരെ കുറച്ച് സ്പേസ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ബോട്ടിലാകുമ്പോൾ നമുക്ക് സ്റ്റാക്ക് ചെയ്ത് വെക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇതുമാതിരത്തെ ബോക്സുകളാകുമ്പോൾ ഇങ്ങനെ സ്റ്റാക്ക് ചെയ്തിട്ട് ഒരു ഷെൽഫിൽ തന്നെ നമുക്ക് ഒരുപാട് ബോക്സുകൾ വെക്കാൻ പറ്റും. പിന്നെ ഇതിൻ്റെ താഴെ ഇങ്ങനെ മുകളിൽ ഇങ്ങനെ ചെറിയ റൗണ്ട് മാതിരി ഉള്ളതുകൊണ്ട് മുകളിലിരിക്കുന്ന ബോക്സ് അങ്ങനെ തെന്നി നീങ്ങി പോകുന്നുമില്ല, സേഫായിട്ട് ഇങ്ങനെ ഇരിക്കുകയും ചെയ്യും. അതുകൊണ്ട് ഇത് ഞാൻ ഉപയോഗിക്കുന്നത് കിച്ചണിൽ തന്നെയാണ്. ഒരൊറ്റ റാക്കിൽ തന്നെ നമുക്ക് ഒരുപാട് സാധനങ്ങൾ സ്റ്റാക്ക് ചെയ്ത് വെച്ചിട്ട് യൂസ് ചെയ്യാൻ പറ്റും ഇങ്ങനത്തെ ബോക്സുകളാകുമ്പോൾ. അത്യാവശ്യം ടൈറ്റായി നല്ല ടൈറ്റായി അടഞ്ഞിരിക്കുന്ന ബോക്സ് തന്നെയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ IKEA നിങ്ങൾക്ക് കാണിക്കുന്ന കുറച്ച് പ്രോഡക്റ്റ്സ് കേട്ടോ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും എന്നും പറയുന്ന പോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. അതോടൊപ്പം തന്നെ ചെറിയൊരു റിക്വസ്റ്റ് കൂടി ഞാൻ വയ്ക്കുകയാണ്. എനിക്ക് എൻ്റെ ഈ വീഡിയോ കാണുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ ചിലവഴിക്കുന്ന ഓരോ മിനിറ്റുകൾക്കും ഒരുപാട് നന്ദിയുണ്ട്. അതോടൊപ്പം തന്നെ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയായാലും, അതുപോലെ എന്തെങ്കിലും നിർദ്ദേശങ്ങളുണ്ടെങ്കിലും അതും വീഡിയോയിലൂടെ ദയവായി കമൻറ്റിലൂടെ അറിയിക്കണം എന്നുള്ളൊരു റിക്വസ്റ്റ് കൂടി ഞാൻ മുന്നോട്ട് വയ്ക്കുകയാണ്. മറ്റൊന്നുമല്ല, ആസ് എ ബിഗിനർ വീഡിയോസിലെ മിസ്റ്റേക്കുകളും തുടർന്നുള്ള വീഡിയോസിൽ നമ്മളിനി എന്തെല്ലാം ചേഞ്ചസ് വരുത്തണം എന്നുള്ളതെല്ലാം എനിക്കറിയണം എന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണെന്ന് അറിയണം. അതുകൊണ്ടാണ് നിങ്ങളുടെ നിർദ്ദേശങ്ങൾ എന്ത് തന്നെയായാലും അത് ദയവായി കമൻറ്റിലൂടെ അറിയിക്കണമെന്ന് കൂടി ഒരു റിക്വസ്റ്റാണ്. അതോടൊപ്പം തന്നെ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന കുറച്ച് പേരെങ്കിലുമൊക്കെ ഉണ്ട്. അവരോട് ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് മൈ ഹോം മൈ ഹെവൻ്റെ ഫാമിലിയുടെ ഭാഗമാവണം എന്നുകൂടി ഒരു റിക്വസ്റ്റ് വയ്ക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ കാണുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ കമൻറ്റിൻ്റെ കാര്യം ആരും മറക്കരുത്. ഒപ്പം തന്നെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കുകയും ചെയ്യരുത്. അപ്പോൾ എന്നും പറയുന്ന പോലെ തന്നെ ടേൺ യുവർ ഹോം ടു എ ഹെവൻ വിത്ത് മൈ ഹോം മൈ ഹെവൻ. താങ്ക് യു.